സോ അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡെനി വില്ലിയനോവിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡ്യൂൺ പാർട്ട് 3 ട്രെയിലർ വന്നിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ്. പാർട്ട് 3 ഐമാക്സിൽ കാണുമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? പക്ഷേ ഐമാക്സിൽ ഇറങ്ങുമ്പോൾ 2500 രൂപ. എനിക്ക് തോന്നുന്നു ഐമാക്സിലും പി എക്സിലും റേറ്റ് നോക്കിയിട്ട് നമ്മൾ പി എക്സിൽ പോകുന്നതാണ് നല്ലത്. റേറ്റ് അതെ. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. You promised me that you would never take power in your name. You convinced me that this was your home. That I was your home. What do you know about me? You've conquered the galaxy. You've destroyed thousands of worlds. What are your thoughts on that? I think you're way beyond redemption. Why are you here? To deliver a peace proposal. Peace is a good thing. Why should I refuse? Because it's meant to destroy you. We plan to strike at the core of Imperial power. You intend to kill Paul? Regime change. Idiot. You've just signed our death warrants. I found someone. The future has a way of talking to me. I can't see what's ahead. How does it feel to be human like everyone else Paul Atreides? എപ്പിക് കൺക്ലൂഷനാണ്. You have no fear, do you? അതാണ് അന്യൊക്കെ You're still like an Atreides. I've been told I was one. Forgive me for all I've done. ഇത് നമ്മുടെ ബിഗ് സ്ക്രീൻ വർത്തി പരിപാടിയാണ് ഇത്. എനിക്ക് ഡ്യൂൺ 1 സെക്കൻഡാണ് കുറെ കൂടെ വർക്കായത്. ഭയങ്കര രസമായിരുന്നു പടം. കൊള്ളാം. അതെ, ബിഗ് സ്ക്രീൻ വർത്തിയാണ് നമ്മൾ പറയാൻ കാര്യം. ഇതിൻ്റെ വിഷ്വൽ ഇതിൽ ഗ്രെഗ് ഫ്രേസറാണോ ചെയ്യുന്നത്? പുള്ളി ഇതിനിടയ്ക്ക് വേറെ പടം ചെയ്യാൻ പോയില്ല. ഇത് വേറൊരാളാണ്. പുള്ളി മറ്റേ പടം ചെയ്യാൻ പോലെ ഏതായിരുന്നു? ലാസ്റ്റ് ഇറങ്ങിയൊരു പടമില്ലേ അതായിരുന്നു? പക്ഷെ അന്ന് അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നില്ല. പുള്ളി പോയിട്ട് ഈ പുള്ളിയാണ് ഇതിൻ്റെ വിഷ്വൽ സ്റ്റൈല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി മാറി ഫൈനൽ പടത്തിന് വേറൊരാൾ വരും എന്നുള്ള സംഭവം വന്നത്. ഇത് കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടിയിട്ടുണ്ട്. വിഷ്വൽ സ്റ്റൈല് മാറിയെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ വേറൊരു പിന്നെ മറ്റേ ഒരു സിംപ്ലിസ്റ്റിക് ഡിസൈൻ ഇല്ലേ എല്ലാ കാര്യങ്ങൾക്കും, അത് ഭയങ്കര സ്ട്രോങ് ആണ്. ചില സീനിൽ മറ്റേ ഒരു സ്ലിറ്റ് മാത്രം അതിനകത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ കോൺട്രാസ്റ്റ് കൂടുന്നത് സ്വാഭാവികമായിട്ട് ക്യാരക്ടറിലുള്ള ഭയങ്കര ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഒരു പറയുമ്പം പടത്തിന്റെ തീമാറ്റിക്കലി ഈ ഇതൊക്കെയാണ് എന്ന് പറയുന്നതല്ലേ? അതുമായിരിക്കാം. ഡയറക്ടർ ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും മേലെ. അതെ, പുള്ളി ഇപ്പം എത്ര വർഷമായി ഈ ഡ്യൂണിൽ അല്ലേ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? അങ്ങനെയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന പോലെ ഇപ്പോൾ ഓഡിസി അല്ലെങ്കിൽ PS1 ഈ പടങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് എപ്പിക്ക് കൺക്ലൂഡ് ചെയ്യണമല്ലോ. അതുപോലെ എന്ന് പറയുന്ന പോലെ ഡ്യൂൺ ആക്ച്വലി നല്ലൊരു ഡെനി വില്ലിയനോ ഡ്യൂണിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് കുറച്ചധികം വർഷമായി. ഇതിൽ നിന്ന് ഇനി പുറത്തു വന്ന പുതിയ അടുത്ത പടം അല്ലേ, പുള്ളിയുടെ പുതിയ പടം എന്തായിരിക്കും? അതാണ് എന്നെ ഇൻട്രസ്റ്റ് ആക്കുന്നത്. ഏത് നമ്മളെപ്പോഴും അങ്ങനെ. ഇപ്പോൾ എനിക്ക് ഒഡീസി കണ്ടുകൊണ്ടിരുന്ന സമയത്തും നോളൻ ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യും, അല്ലെ അടുത്ത പടം എന്ത് ചെയ്യുമെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ഉടനെ അടുത്ത തന്നെ ഒരു എന്നിട്ട് അടുത്തവിടെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും. അതായത് എന്താ വെച്ചാൽ നമുക്ക് ഈ സിനിമ നമ്മളെ അത്ര കണ്ട് അങ്ങോട്ട്
സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോൾ ഞാൻ അതിലേക്ക് പോയി. ഇനി മനസ്സിലായി ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമയാണ്, നിങ്ങളത് നല്ല രീതിയിൽ എടുത്തു, ഓക്കെ, എനിക്ക് വേണ്ടത് അടുത്ത പടത്തിൽ തരും. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പടം എടുക്കും. പടം എടുക്കും, അത് പറയുന്നത്. ഡ്യൂൺ ഓക്കെ, ഡ്യൂൺ തീരൂ, ഇനി അടുത്തത് പടം എടുക്കും നിങ്ങൾ. ഈ പറയുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഈ പറയുന്ന നോളന്റെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. കാരണം ഒരുപാട് ഇന്റർവ്യൂസ് അങ്ങനെ ഇതല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ പുള്ളിക്ക് ഒരു നീഷ് ഓഡിയൻസ് ഉള്ള ആളാണ്. കാര്യം എന്താ വെച്ചാൽ പുള്ളിയുടെ സിനിമകൾ അങ്ങനെ നീഷ് ഓഡിയൻസ് ഉള്ള ആളുടെ പടങ്ങൾ പോലല്ല പുള്ളിയുടെ ഈ പറയുന്ന പോലെ. പക്ഷെ പുള്ളി അത് ഈ ഡ്യൂണൊക്കെ വരുമ്പോഴല്ലേ, അതിന് ബ്ലേഡ് റണ്ണർ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബ്ലേഡ് റണ്ണർ കഴിഞ്ഞിട്ട് ഈ പടം അല്ല, ബ്ലേഡ് റണ്ണർ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പടം എടുത്തിട്ടുണ്ടല്ലോ. ഇല്ല ബ്ലേഡ് റണ്ണർ കഴിഞ്ഞിട്ട് ഡ്യൂൺ സീരീസ് അല്ലേ? ഡ്യൂൺ സീരീസ് ആണോ എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുമ്പ് മറ്റേ സെക്കൻഡ് പാർട്ട് എടുത്ത പുള്ളിയല്ല. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പ്രിസണേഴ്സ് ആണ്. കാര്യം വളരെ സിമ്പിൾ ആയിരുന്നു സിനിമ. സിമ്പിൾ ഇൻ ദ സെൻസ് അങ്ങനെയല്ല. എനിക്ക് മറ്റേ പടം ഭയങ്കര ഇഷ്ടം, ഏറ്റവും ഇഷ്ടപ്പെട്ട അതാ നമ്മുടെ ഏലിയൻ അറൈവലാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ പുള്ളിയുടെ മൾട്ടിപ്പിൾ കണ്ട പടം പ്രിസണേഴ്സ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. എനിക്ക് ഈ അറൈവലിൻ്റെ മൂഡ് ഭയങ്കര ഇഷ്ടം. പ്രിസണേഴ്സ് നല്ല പടം. അറൈവലും ഞാൻ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രിസണേഴ്സ് ആണ്. കാരണം അത് ഞാൻ മൾട്ടിപ്പിൾ ടൈം കണ്ടിട്ടുണ്ട്. അറൈവൽ ആക്ച്വലി ഈ പറയുന്ന പോലെ ഡിസ്കഷൻ അടിക്കാൻ പറ്റിയ അതിൻ്റെ ഒരു കോർ തീമില്ല, അതിൻ്റെ ഐഡിയ ഒന്നുകൂടെ കാണണം. ഞാൻ കുറേ നാളായി പണ്ട്. അത് ഭയങ്കരമാണ്. അത് ഈ പറയുന്ന പോലെ ഭയങ്കര പടം അറൈവൽ. ട്രെയിലർ നന്നായിരുന്നു. അതെ കൂടുതലൊന്നും പറയാനില്ല. അതെ, ഇതിക്ക് നമ്മളൊരു ചടങ്ങ് പോലെ ട്രെയിലർ കണ്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വിടുകയാണ്. അതെ, പുള്ളി ആക്ച്വലി ഈ ട്രെയിലർ കാണാൻ വെച്ചിരുന്നു. പുള്ളി ഇത് കാണാൻ വെച്ചിരുന്നാണ്. ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കാണുന്നത്. ഞാനും കണ്ടില്ല ട്രെയിലർ. ഞാൻ ഈ ട്രെയിലർ വന്നത് എടുത്ത് ഓണായി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് കണ്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ പോയി കാണാന്നുള്ളതുകൊണ്ടല്ല, പിന്നെ നമ്മൾ റിയാക്ഷനായിട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത്, ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം കണ്ടാണത്. പുള്ളിക്ക് താല്പര്യമില്ലാണ്ട് ഞാൻ നിർബന്ധിച്ച് കാണിച്ചതാണ്. ആലോചിക്കണം നിങ്ങൾ കാര്യത്താണ് അധികം ചെയ്തിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ ഈ പടം തിയേറ്ററിൽ വരട്ടെ, തിയേറ്ററിൽ കാണുന്നതായിരിക്കും. ഡിസംബറിലാണ് റിലീസ് എന്ന് തോന്നുന്നു. അത്രയും ദൂരം പടമാണ്. ഇടയ്ക്ക് പടമുണ്ട്.